ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ ചെയ്യണ എല്ലാ ജോലികളും ഒന്ന് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ചോറ്, മുട്ട പൊരിച്ചത്, തേങ്ങാ ചമ്മന്തിയാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായയുടെ കടിയൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോൾ രാവിലെ കടിക്ക് ദോശയും മുട്ട ചിക്കിയതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് അവരൊന്നും കഴിച്ചിട്ടില്ല, അവർ തന്നെ ചോറ് കൊണ്ടുപോവുക ചെയ്തത്. പിന്നെ ഞാൻ രാവിലെ തന്നെ മീൻ വാങ്ങി. അപ്പോൾ തമ്മാനാണ് കിട്ടിയത്. അപ്പോൾ അത് കറി വയ്ക്കും പൊരിക്കും ചെയ്യണത്. മുളക് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഉണക്കമുളകും പെരുംജീരകം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൂടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് കായം തേച്ചത്. ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. ചോറ് വെന്ത് വരുമ്പോഴത്തേനും ഞാൻ മീൻ കറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടിയും മുളകും പൊടിയും തേങ്ങയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ചോറ് ഇവിടെ വേവാനായിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ച് ചോറ് ഒരു ഹാഫ് വേവിൽ ഞാൻ എടുത്ത് വെക്കും, നാളെ സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇരുമ്പാമ്പുളി നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തൂപ്പൊക്കെ വെട്ടിക്കളഞ്ഞതാണ് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. പക്ഷേ അത് കറിയിലൊന്നും ഇടാറില്ല. വേപ്പും തൈമേൽ നിന്ന് കുറച്ച് ഇല പൊട്ടിക്കാൻ വന്നതാണ് കറിയിലിടാൻ. റേഷൻ ഫ്രൂട്ട് നന്നായി ഉണ്ടായിട്ടുണ്ട്. പൊട്ടിക്കലൊന്നുമില്ല. ഇവിടെ നന്നായി വവ്വാലൊക്കെ കഴിച്ചിട്ട് ഇവിടെ കിടക്കുന്നതാണുണ്ട്. ഇത് ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഇല ഇത് എരിയങ്കലത്തിൻ്റെ മരമാണ്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ചോറ് വെന്തുണ്ട്. ഇനി ചോറ് വെന്ത അടുപ്പത്ത് തന്നെ ഞാൻ കറി വെക്കാൻ പോവാണ്. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മീനാണ് കറിയിലേക്ക് ഇടണുള്ളൂ, ബാക്കിയൊക്കെ പൊരിക്കാനാണ് എടുത്തിട്ടുള്ളത്. കറി വെച്ചത് ഇവർക്കൊന്നും അത്ര ഇഷ്ടമല്ല, ഞാനാണൊക്കെ കഴിക്കുക. കറി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇറക്കി വെക്കുകയാണ്. ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചട്ടി കണ്ടാൽ പറയും, എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ കുറേ കറ പിടിച്ച ചട്ടി എന്തിനാണത് കളഞ്ഞിട്ട് നല്ല ചട്ടി എടുത്തുകൂടായിരുന്നു. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്ടി. ഇത് ഞാൻ ഇവിടെ വീട് താമസത്തിന് വാങ്ങിച്ചതാണ്. അന്ന് ഫ്രൈ ഫാനൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ അന്ന് ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മൂന്ന് നാലെണ്ണമൊക്കെ വീട്ടിലുണ്ട്. പക്ഷെ എന്നാലും ഇതിൽ ചെയ്യണതാണ് ഇഷ്ടം. മീൻ പൊരിക്കാനും കറി താളിക്കാനും ഒക്കെ ഞാനിത് തന്നെയാണ് എടുക്കുക. നല്ല ഇഷ്ടമാണ് ഈ ഒരു പാത്രത്തിനോട്. സനുമോളാണ് എനിക്ക് ഫോണ് പിടിച്ചു തരുന്ന ആൾ, വീഡിയോ എടുക്കാൻ. ഇന്നോട് ക്ലാസ്സിന് പോയിക്കാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അതൊക്കെ ചെയ്ത്. രാവിലത്തെ കടി ഞാൻ ഇപ്പോഴാണ് കഴിക്കാൻ പോണത്. മീൻകറിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നതാണ്. ചൂടില്ല മീൻകറിയും ദോശയും കൂടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം ഞാൻ ചായ കുടിക്കാൻ പോവാണ്. മുട്ട വറുത്തതും ഒരു ഗ്ലാസ് സുലൈമാനിയുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം.
എൻ്റെ മീൻ പൊരിച്ചത് വെക്കണ പാത്രമാണ് ഈ ചോറ്റുപാത്രം. ഞാൻ എപ്പോഴും അതിലാണ് മീൻ പൊരിച്ചത് വെക്കുക. ഇപ്പോൾ സനും ഭാഗത്ത് സ്കൂളിട്ട് വന്നിട്ട് അവർക്ക് ചോറ് കൊടുക്കുമ്പോഴാണ് ഞാനും കഴിച്ചത്. സനുമോൾക്ക് എന്തായാലും ചോറ് വാരി കൊടുക്കണം. അപ്പോൾ രണ്ടാളും ഒരുമിച്ച് കഴിക്കാൻ വിചാരിച്ചിട്ട് അപ്പോഴാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ 4 മണിക്ക് ചായയും ചിപ്സും ചുക്കപ്പം പഴമൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടി ചായ കുടിച്ചപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി വേറൊരു വീഡിയോ ഇട്ട് തരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ.